ഹലോ ഹാപ്പി ലൈഫ് വിത്ത് അമ്മുവിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ചെമ്മീനും ഉരുളൻകിഴങ്ങും കൂടിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ആദ്യം നോക്കാം. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ തുടങ്ങാം അല്ലേ. 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ വലിയൊരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിൽ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 തക്കാളി, ഒരു 3 പച്ചമുളക്, കുറച്ച് വേപ്പില, 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മാങ്ങയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്, കൊടുമ്പുളി ആണെങ്കിലും നല്ലതാണ് കേട്ടോ. രണ്ടിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കോൽപ്പുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഉരുളൻകിഴങ്ങും തക്കാളിയും വേപ്പിലയും പച്ചമുളകും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കലക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഉരുളൻകിഴങ്ങൊന്ന് 1/4 ഭാഗം വേവാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം കേട്ടോ. ഉരുളൻകിഴങ്ങ് ഒരു 1/4 ഭാഗം വേവായപ്പോൾ ചെമ്മീനിട്ടിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടാ. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച ഒരു മുറി തേങ്ങയുടെ പാല് മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കിട്ടാ. ഇനി തേങ്ങാപ്പാൽ ചൂടാവും തോറും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരിക്കണം കേട്ടോ. ഇളക്കിയിട്ടില്ല വെച്ചെങ്കിൽ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടേ. ചാറൊരുവിധം കുറുകി വന്നപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി ഒഴിച്ചു കേട്ടോ. ഇനി ഒന്നും കൂടി നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. താളിപ്പിന് ആവശ്യമായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. ഇനി ഒരു നുള്ളു ഉലുവ ഇട്ടിട്ട് അതിന് ശേഷം നമ്മൾ വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിൽ കുഴക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കിഡിലൻ ചെമ്മീൻ ഉരുളൻകിഴങ്ങ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ.